മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, അദ്ദേഹം ഏതാണ്ട് 50 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മമ്മൂക്ക ചെയ്തിട്ടുള്ള ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും. നമ്മൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകരെ ഞെട്ടിച്ചിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭ തന്നെയാണ് മലയാളത്തിന്റെ മഹാനടൻ. നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇപ്രാവശ്യം ദേശീയ അവാർഡ് നമുക്ക് മമ്മൂക്ക നേടിത്തന്നത്. 4ാമത് നാഷണൽ അവാർഡാണ് മമ്മൂക്ക നേടുന്നത്. ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസമായിട്ട് മമ്മൂക്ക മാറിയിരിക്കുന്നു. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് വാങ്ങിക്കുന്ന ഒരു നടൻ എന്ന ബഹുമതി മമ്മൂക്ക നമുക്ക് നേടിത്തന്നു. ബ്രഹ്മയോഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന അനായ കഥാപാത്രത്തെ അവസ്മരണീയമായി നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരേ ഒരു കലാകാരനാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക. ഈ രാഹുൽ സദാശിവ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ രാഹുൽ സദാശിവിനോട് അവതാരകൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ബ്രഹ്മയുഗത്തിൽ കൊടുമൺ പൊറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വേറെ ആരെയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം ആ ഡയറക്ടർ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഈ സിനിമയിൽ ഇല്ലെങ്കിൽ ഈ സിനിമ ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. കാരണം അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല എന്നാ പറഞ്ഞ. ആ ഒരു സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് മനസ്സിലാവും അദ്ദേഹം ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സും, അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ചാത്തന്റെ റോള്, അതിന് മുകളിൽ ചെക്ക് വെക്കാൻ ഒരു സിനിമ 2024 ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. മമ്മൂക്കയുടെ സിനിമകൾ പല പ്രാവശ്യവും ദേശീയ അവാർഡ് വേദികളിൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തെ തഴഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ബ്രഹ്മയുഗം എന്നൊരു സിനിമയെ തഴയാൻ ജൂറികൾക്കാവത്തില്ല. കാരണം നിവർത്തിയില്ലാത്തത് കൊണ്ട് അവരത് കൊടുത്തു പോയതാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും മലയാളികളുടെ അഭിമാനം, സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന, ഇന്ത്യൻ സിനിമയുടെ മുഖമെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ മമ്മൂക്ക 4ാമതും നാഷണൽ അവാർഡ് വാങ്ങിയത് നമ്മുടെ മോദിജിയുടെ ഔദാര്യം കൊണ്ടാണെന്നാണ് ഈ മൂങ്ങാക്കണ്ണനായിട്ടുള്ള ഫസൽ കാരാട്ട് എന്ന് പറയുന്ന വേട്ടാവളിയും വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുന്നത്. എടാ, അദ്ദേഹം 50 വർഷം ഈ സിനിമയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന, ഇന്ത്യൻ സിനിമയിൽ ഒരു നടനും ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ എടുത്ത് അവസ്മരണീയമായി പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുള്ള ഒരേ ഒരു നടൻ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരം ഒരുത്തൻ്റെയും ഔദാര്യമല്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയാണ്. എന്തായാലും ഈ വേട്ടാവളിയും മൂങ്ങാക്കണ്ണനും അതുപോലെ കുറെ സംഖ്യ മരവാണങ്ങളും ഒക്കെ വന്നിട്ട് മമ്മൂക്ക ഈ അവാർഡ് മേടിച്ച സമയത്ത് ചില കമന്റുകൾ എൻ്റെ കമന്റ് ബോക്സിൽ ഇട്ടിരുന്നു. ജിഹാദിക്ക് അവാർഡ് കൊടുത്തു, ഈ ജിഹാദിൽ നിന്ന് അവാർഡ് തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ എൻ്റെ കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്. ഈ വേട്ടാവളിയും പറയുന്നത് എന്താണെന്ന് കേട്ടോ. ഇന്ന മതമായതുകൊണ്ട് മമ്മൂട്ടിയെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മോദി പരിഗണിക്കുന്നില്ല എന്ന് സകല മോദി വിരുദ്ധരും ഇവിടെ പാടി നടന്നില്ലേ? അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? രാജ്യത്തെ ഏറ്റവും മികച്ച നടനായിട്ട് മമ്മൂട്ടിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. UPA ഭരിച്ച 10 വർഷക്കാലവും ഈ അവാർഡ് മമ്മൂട്ടിയെ തേടി എത്തിയിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക. ഇത് മാത്രമാണോ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത്? ഏറ്റവും മികച്ച ഛായാഗ്രഹണം ഷഹനാദ് ജലാല്, ഏറ്റവും മികച്ച മലയാള സിനിമ ഫെമിനിച്ച് ഫാത്തിമ, സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മറ്റൊരു വാദമുണ്ടല്ലോ, പ്രാദേശികവാദം, മലയാളത്തിലേക്കൊന്നും കിട്ടുന്നില്ലോ, ഒക്കെ ഹിന്ദി എന്നൊക്കെ പറയുന്നവരും കേട്ടുകൊള്ളൂ. ഏറ്റവും മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. മലയാള പാട്ടിന് മികവുണ്ടെങ്കിൽ മോദി ഭരണകാലത്ത് നിങ്ങളിലേക്ക് അംഗീകാരങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു മതവും നോക്കൂല, അതിൽ മികവ് മാത്രമേ നോക്കൂ. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവ് തന്നെയല്ല ഇത്തവണത്തേക്ക് ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ. മറ്റൊരു യാഥാർത്ഥ്യം സകല മലയാളികളും ഉൾക്കൊള്ളുക: 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൽ നമ്മുടെ സിനിമാ മേഖല എന്ന് പറയുന്നത് വെറും 3.5 കോടി ജനങ്ങളുള്ള ഒരു സിനിമാ മേഖലയാണ്. ചെറുത് തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഇത്രത്തോളം പരിഗണന കിട്ടുന്നതിൽ ഓരോ മലയാളിയും അഭിമാനിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോ മലയാളികളും അഭിമാനിക്കുന്നതോടൊപ്പം ഇവനെ പോലുള്ള വൃത്തികെട്ട ചെറ്റകളെ ഓർത്ത് നമ്മൾ അപമാനിക്കുകയും കൂടെ ചെയ്യണം. നരേന്ദ്രമോദിയുടെ കാലഘട്ടം എത്ര സുന്ദരമാണെന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഗാന്ധി കുടുംബം രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് പല അവാർഡുകളും പല സ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് പലരും ഗാന്ധി കുടുംബത്തെ പുകഴ്ത്തി ഗാന്ധി കുടുംബത്തോട് ഒരുമിച്ച് മുന്നോട്ട് പോയാലേ പലതും കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തില് ഒരു തരത്തിലും നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ചൊന്നും രംഗത്ത് വരേണ്ടതില്ല. ആരാണോ അർഹതപ്പെട്ടത്, അത് ഏതു മേഖലയാണെങ്കിലും അവരെ തേടി അംഗീകാരങ്ങൾ എത്തുമെന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂട്ടിയെ ഇത്തവണത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച നടനായിട്ട്
തിരഞ്ഞെടുത്തത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും സകല മോദി വിരുദ്ധരും ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുമായിട്ട് ഇനി എന്ത് തേങ്ങ വിളിച്ചു പറയോ? മമ്മൂട്ടിയെ കഴിഞ്ഞ തവണ പരിഗണിക്കാത്തത്, അതിനു മുമ്പിലത്തെ തവണ പരിഗണിക്കാത്തത് മമ്മൂട്ടിയുടെ മതമതായത് കൊണ്ടാണെന്ന് എന്തുമാതിരി വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? അവർക്കുള്ള മറുപടിയാണ്, രാജ്യത്തെ മുസൽമാനും രാജ്യത്തെ മികച്ചത് ആരാണെങ്കിലും ഒരു മതവും നോക്കാതെ അവർക്ക് തന്നെ അർഹതപ്പെട്ടത് ആരോ അവരിലേക്ക് നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ അംഗീകാരങ്ങൾ എത്തിപ്പെടും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. മറ്റൊരു കാര്യം എടുത്തു പറയാനുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച നടനായിട്ട് ഈ UPA സർക്കാർ ഭരിച്ച സമയത്തൊന്നും കൊടുത്തിട്ടില്ല, UPA ഭരിക്കുന്ന സമയത്ത്. അപ്പൊ സകല മലയാളികളും തിരിച്ചറിയാം, നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ മികവുണ്ടെങ്കിൽ അംഗീകരിക്കും. അതേത് മതമാണ് എന്നൊന്നും നോക്കിയിട്ടല്ല, നമുക്കൊക്കെ തന്നെ അറിയാവുന്നതല്ലേ. കഴിഞ്ഞ തവണത്തെ ദേശീയ ഏറ്റവും രാജ്യത്തെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഷാറൂഖ് ഖാൻ അല്ലേ. ഇനിയും മോദിയെ ഇത്തരത്തിൽ മതമൊക്കെ പറഞ്ഞ് എതിർക്കുന്നവരൊക്കെ ഉടാപ്പികളും ജിഹാദികളും മാത്രമാണ്. വിവേകമുള്ളവർ അത് ചെയ്യില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. UPA ഗവൺമെന്റ് ഭരിക്കുന്ന കഴിഞ്ഞ 10 വർഷവും മമ്മൂക്കയുടെ സിനിമകൾ അവസാന റൗണ്ടുകളിൽ അതെല്ലാം തടയപ്പെട്ടിട്ടുണ്ട്. പുഷ്പ എന്ന സിനിമയ്ക്ക് വരെ അവാർഡ് കൊടുത്ത ജൂറി മെമ്പർമാരുള്ള നാട്ടിലാണ് നമ്മൾ. പക്ഷെ ഇപ്പം നിവൃത്തിയില്ലാതായി അവർക്ക്. കാരണം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് മുകളിൽ മറ്റൊരു സിനിമയില്ല. ആദ്യമായിട്ടൊരു ഇന്ത്യൻ സിനിമ ഓസ്കാർ വേദിയിലും അതുപോലെ തന്നെ ഓസ്കാർ അക്കാദമിയിലും ഒക്കെ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ച് ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങി. ഈ ഒരു സിനിമയെ തഴയാൻ ഈ പറയുന്ന ഗവൺമെന്റിനോ ഈ ജൂറി മെമ്പർക്കോ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് മമ്മൂക്കാക്ക് ഇപ്രാവശ്യം ഈ ഒരു അവാർഡ് കൊടുത്തത്. പത്മഭൂഷൺ കുറച്ച് വൈകിയാണെങ്കിലും മമ്മൂക്കാക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമസ്കാരം. കുറച്ചു മുമ്പ് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. അഭിപ്രായത്തിലൊക്കെ പറയുന്നത് മമ്മൂട്ടി എത്ര മത്സരിച്ചാലും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല, കാരണം ഭരിക്കുന്ന BJP ആണല്ലോ. ചിലരൊക്കെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഉറപ്പാണ് കിട്ടില്ല, അതിപ്പോ എങ്ങനെ തകർത്ത് അഭിനയിച്ച് ആടിയാലും കിട്ടണമെങ്കിൽ ഈ നാറിക്കൂട്ടങ്ങൾ അവിടെ നിന്നും ഇറങ്ങണം, അടുത്ത പത്മഭൂഷൺ, അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര തവണയായി 2014 ശേഷം മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾ ഈ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് മതം നോക്കി ആളുകളെ തരംതിരിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, മമ്മൂട്ടിയുടെ തട്ട് താണു തന്നെ ഇരിക്കും. ഇങ്ങനെ മമ്മൂട്ടി സാറ് നൻപകൽ നേരത്ത് മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച് ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? എന്നിട്ട് അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ്, മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം BJP ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ പഴി മുഴുവൻ BJP സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചതും ആരാന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. 1989 മമ്മൂക്കാക്ക് വടക്കൻ വീരകഥ മതിലുകൾ എന്ന സിനിമയ്ക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. അതിനുശേഷം 93 പൊന്തന്മാട വിധേയൻ എന്ന സിനിമ, 2 സിനിമകൾക്ക് വെച്ചിട്ടാണ് മമ്മൂക്കാക്ക് അന്ന് അവാർഡ് കൊടുത്തിരിക്കുന്നത്. 1998 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, 2024 ബ്രഹ്മയുഗം, 4 ദേശീയ അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസമാണ് നമ്മുടെയൊക്കെ മമ്മൂക്ക. അപ്പം ഈ 14 വർഷമായിട്ടേ ഉള്ളൂ നരേന്ദ്രമോദിജി ഭരിക്കുന്നത്. അതിനു മുമ്പ് ഭരിച്ചിട്ടുള്ള സർക്കാരിൽ നിന്നാണ് ഈ 3 പ്രാവശ്യം മമ്മൂക്ക അവാർഡുകൾ വാങ്ങിച്ചിരിക്കുന്നത്. 2021 തൊട്ട് മമ്മൂക്ക ഇങ്ങോട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാതൽ, നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, ഈ സിനിമകളെല്ലാം നാഷണൽ അവാർഡിന് പരിഗണിക്കുകയും അവസാന റൗണ്ടിൽ മമ്മൂക്കയെ തള്ളി പുറത്ത് കളഞ്ഞിട്ട് പുഷ്പ എന്ന സിനിമയ്ക്ക് വരെ അവാർഡുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാം കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ചേർന്നിട്ടുണ്ട്. ഇപ്പം മമ്മൂക്കാക്ക് ഈ അവാർഡ് കൊടുത്തത് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന് മുകളിലേക്ക് ചെക്ക് വെക്കാൻ മറ്റൊരു സിനിമയില്ല. നേരത്തെയും അതൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ പോലും അത് തഴയപ്പെട്ടു. സിനിമാ മേഖലയിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടവച്ചിട്ടുള്ള ജൂറി മെമ്പേഴ്സ് ആയിരുന്ന അന്നത്തെ പല ആളുകളും ഈ ജൂറി മെമ്പറിൽ നിന്നും പോകുന്ന കാഴ്ചകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ സംഘപരിവാറിനെയും അതുപോലെ തന്നെ ഇവരെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഇവനെപ്പോലുള്ള മരപ്പട്ടി വാണങ്ങളുണ്ടല്ലോ, നമുക്ക് അപമാനമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ ലവന്മാർ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.